ശ്രീ രാജു കാണിക്കൽ, പാർട്ടിയുടെ ജില്ലാ മണ്ഡലം ഭാരവാഹികളെ, കർമ്മധീര സന്നദ്ധ പ്രവർത്തകരെ, നല്ലവരായ പാലാ നിവാസികൾ, പാലായില് ഇങ്ങനെ രാഷ്ട്രീയ സന്ദേശ യാത്രയുമായി എത്തുമ്പോൾ പാലയെ പറ്റി തന്നെ നമുക്ക് അറിയാം. മധ്യ തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയം നിർണയിച്ചിരുന്ന ഒരു രാഷ്ട്രീയ ഭൂമികയായിരുന്നു പാല എന്ന് പറയുന്നത്. പ്രഗത്ഭരായ അല്ലെങ്കിൽ ദീർഘവീക്ഷണമുള്ള രാഷ്ട്രീയ പണ്ഡിതന്റെ മണ്ണ് തന്നെയായിരുന്നു പാല എന്നത്. മലയോര കർഷകന് വേണ്ടി അവരുടെ ഭാഗതയെ നിർണയിച്ചിരുന്ന കേരള കോൺഗ്രസിന്റെ മണ്ണ് തന്നെയായിരുന്നു പാല എന്നത്. എന്നാൽ ഇന്ന് ഈ പാലയിലെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇതെല്ലാം ഓർക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നമുക്ക് സംശയം. പിന്നെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ പറ്റി ഒന്നും അവർ സംസാരിക്കുന്നില്ല. മലയോര കർഷകന്റെ പ്രശ്നങ്ങളെ പറ്റിയൊന്നും അവർക്ക് ചർച്ച ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ പാലാ നഗരസഭയുടെ മുന്നിൽ നിൽക്കുമ്പോൾ നഗരസഭാ കൗൺസിൽ നടക്കുന്ന ചില ചർച്ചകൾ നമ്മൾ ചർച്ച ചെയ്യാതെ പോകുന്നതും ശരിയാകില്ല എന്നറിയാം. അതിന് കർഷകന്റെ വേദനയോ ഇവിടുത്തെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളോ ഒന്നുമല്ല ചർച്ച ചെയ്യേണ്ടത്. അവർക്ക് ഐപോഡ് മോഷണത്തെ പറ്റിയാണ് ചർച്ച ചെയ്യേണ്ടത്. ഐപോഡിന്റെ സഞ്ചാരപഥത്തെ പറ്റിയാണ് പാലാ നഗരസഭ കൗൺസിൽ മീറ്റിംഗിൽ അവർക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇങ്ങനെ പറയുമല്ലോ, ഈ ചീത്ത കൂട്ടുകെട്ടിൽ കുട്ടികൾ പെട്ടുപോകുന്ന കാരണവുമായി ഉപദേശിക്കാറുണ്ട്. ചീത്ത കൂട്ടുകെട്ടിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അത് അവര് ചീത്തയാകും, തറവാട്ടിൽ ചീത്തപ്പേരാണ്. മൺമറഞ്ഞു പോയ കാരണവർമാർക്ക് വരെ അത് ചീത്തപ്പേരാണെന്നാണ് പറയുന്നത്. അങ്ങനെ ചില അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെ ചീത്തയായിപ്പോയ രാഷ്ട്രീയത്തിന്റെ വിളഭൂമിയായി പാല മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. നമ്മൾ കണ്ടതാണ് നവകേരള സദസ്സിന്റെ കോട്ടയം വേദി. അവിടെ പാല MP ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ പറ്റി സംസാരിക്കാൻ പോയപ്പോൾ രാജാവിന്റെ ഉഗ്രശാസനം വരികയും തല കുമ്പിട്ടുകൊണ്ട് നടന്നു പോകേണ്ടി വരികയും ചെയ്തൊരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അവിടെ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ മൗനം ഭജിച്ചുകൊണ്ട് ആ വേദിയിൽ ഇരിക്കുന്ന കാഴ്ചയിൽ നമ്മൾ കണ്ടതാണ്. ഈ പാലാ നിവാസികളോടൊന്ന് ചോദിക്കുന്നു, മാണിസാർ ഇവിടെ ജീവിച്ചിരുന്നുവെങ്കിൽ ഇത് സമ്മതിക്കുമായിരുന്നു? മാണിസാറിന്റെ ആത്മാവ് ഇത് പൊറുക്കുമോ? അതാണ് ഇവിടുത്തെ കേരള കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഈ ദാർഷ്ട്യത്തിന് മുമ്പിൽ ഞെരിഞ്ഞമർന്ന് മരിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. വേറെ കർഷകൻ മറ്റൊരു മുന്നണിയിലും പോയിട്ടുണ്ട്. ഈ കോട്ടയത്ത് ഇവിടെ കാണുന്നുണ്ട്, കോട്ടയം തിരഞ്ഞെടുപ്പിന്റെ 2 ബോർഡുകൾ എനിക്ക് കാണാം. ഈ ബോർഡുകൾ കാണുമ്പോൾ എന്റെ മനസ്സിലോട്ട് വരുന്നത് ഒരു ഫേസ്ബുക്കിൽ വായിച്ചൊരു കഥയാണ്. ഈ ഹോളോകോസ്റ്റിന് കൊണ്ടുപോകുമ്പോൾ ബസിന്റെ സൈഡ് സീറ്റിന് വേണ്ടി 2 പേർ ഇടിവെക്കുന്ന ഒരു കഥ. ഹോളോകോസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാതെ ഹിറ്റ്ലറുടെ സമയത്ത് ഒരു വംശീയ ഹത്യ നടത്തുമ്പോൾ ആ വംശീയ ഹത്യക്ക് ജർമ്മൻ നാസി ഭരണകൂടത്തിന്റെ വംശീയ ഹത്യക്ക് പറഞ്ഞിരുന്ന പേരാണ് ഹോളോകോസ്റ്റ് എന്നത്. അതേപോലെ ഇവിടുത്തെ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നടക്കുന്ന ഒരു മത്സരമാണിത്. ആ ഹോളോകോസ്റ്റ് വരുന്ന ബസ്സിൽ സഞ്ചരിക്കുന്ന ഒരു സൈഡ് സീറ്റിന് വേണ്ടി മത്സരിക്കുന്ന പോലെയാണ് 2 കഷ്ണങ്ങളായിട്ട് നിന്ന് ഇവിടെ ഈ കേരള കോൺഗ്രസുകാരി മത്സരിക്കുന്നത്. പാലയുടെ രാഷ്ട്രീയവും രാഷ്ട്രീയ പൈതൃകവും രാഷ്ട്രീയ പാരമ്പര്യവും എല്ലാം വിറ്റു തുലച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഈ മലയോര കർഷകന് വേണ്ടി ശബ്ദമുയർത്തുക, അവന് വേണ്ടി സംസാരിച്ച രാഷ്ട്രീയ മുന്നേറുന്ന പാല ഇന്ന് രാഷ്ട്രീയ അനാഥത്വം പേറുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. അവിടെ ഒരു നവരാഷ്ട്രീയ സന്ദേശം ഉയർത്തിക്കൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ഇവിടുത്തെ കർഷകരെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ഇവിടുത്തെ വ്യാപാര സമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പാലയുടെ മണ്ണിലേക്ക് വന്നിരിക്കുകയാണ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആം ആദ്മി പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. ഈ ഇന്ത്യ മണ്ണിൽ ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യനും അഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടി ഈ മണ്ണിൽ ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വ്യക്തിക്കും
ഭരണഘടന അനുശാസിക്കുന്ന സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും സാമാന്യ നീതിയും എല്ലാം ലഭ്യമാക്കാൻ ഭരണകൂടത്തിന് ഈ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓരോ മനുഷ്യനും വെള്ളവും വെളിച്ചവും എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഈ സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ മനുഷ്യനും അവന്റെ ആരോഗ്യവും അവന്റെ സുരക്ഷയും ആരോഗ്യ സംരക്ഷണവും ഉറപ്പുവരുത്തുക എന്നുള്ളത് ഒരു സർക്കാർ സംവിധാനത്തിന്റെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുവാനും അവന്റെ തൊഴിൽ സാധ്യതകൾ ഉറപ്പുവരുത്തുക എന്നുള്ളതും ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാർദ്ധക്യകാലത്ത് അവരെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപം കൊള്ളുകയും കേവലം 10 വർഷം കൊണ്ട് ഇന്ത്യയിൽ 2 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന 4 സംസ്ഥാനങ്ങളിൽ ജനപ്രതിനിധികളുള്ള ഏകദേശം 20 മുകളിലുള്ള സംസ്ഥാനങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജനപ്രതിനിധികളുള്ള ഇന്ത്യ ഒട്ടുക്ക് വളരുന്ന ഒരു ദേശീയ പ്രസ്ഥാനമായി ആം ആദ്മി പാർട്ടി വളർന്നത് ആം ആദ്മി പാർട്ടി മുമ്പോട്ട് വെച്ച ആശയം കണ്ടറിഞ്ഞ ജനങ്ങൾ അതിനെ മനസ്സുകൊണ്ട് സ്വീകരിച്ചത് കൊണ്ട് തന്നെയാണ്. ആം ആദ്മി പാർട്ടി മുമ്പോട്ട് വെച്ച രാഷ്ട്രീയം ഒന്നൊന്നായി നടപ്പിലാക്കുന്ന കാഴ്ചകളും നമ്മൾ കണ്ടതാണല്ലേ. ഈ കേരളത്തിന്റെ അവസ്ഥയിൽ നിന്ന് തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കുക. അടിക്കടി കൂടിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതി ചാർജ്. ഈ മണ്ണിൽ നിന്ന് നമുക്ക് സ്വപ്നം കാണാൻ സാധിക്കുമോ വൈദ്യുതി സൗജന്യമാകുന്നത്? എന്നാൽ ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന ഡൽഹിയിൽ പ്രതിമാസം 200 യൂണിറ്റ് വൈദ്യുതി സൗജന്യമാക്കി കൊടുത്തുകൊണ്ട് പഞ്ചാബിൽ 300 യൂണിറ്റ് സൗജന്യമാക്കിക്കൊണ്ട് അത് സാധ്യമാകുമെന്ന് തെളിയിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത്. കുടിവെള്ളത്തിന്റെ അവസ്ഥ നമുക്കറിയാമിവിടെ. ഈ അടുത്തിടയ്ക്കാണ് നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി കുടിവെള്ളത്തിന് 150% ചാർജ് വർധന കൊണ്ടുവന്നത്. എന്നിട്ടോ കാറ്റ് വരുന്ന പൈപ്പും ചേട്ടിൽ വെച്ച മീറ്ററിൽ കൂടി നമുക്ക് ബില്ലടിച്ചു തരുന്ന ഒരു വസ്തുതയും കൂടെയുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് കുടിവെള്ളം സൗജന്യമാകുന്നു എന്നതിനെ പറ്റി നമുക്ക് സ്വപ്നം കാണാൻ സാധിക്കുന്നു. അവിടെയാണ് ആം ആദ്മി പാർട്ടി സർക്കാർ 20,000 യൂണിറ്റ് കുടിവെള്ളം പ്രതിമാസം സൗജന്യമാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മരുന്ന് അവശ്യ മരുന്ന് പോലും ലഭ്യമാകാത്ത ആശുപത്രികളിൽ പോയി വരുന്ന നമ്മൾ, ഇല്ലെങ്കിൽ എന്തെങ്കിലും മാരക രോഗമുണ്ടായാൽ ഫ്ലെക്സ് വെച്ച് പഞ്ചായത്ത് മെമ്പർ തൊട്ട് MLA വരെയുള്ളവർ റോഡിലിറങ്ങി പിരിവ് നടത്തേണ്ടി വരുന്ന ഒരു കേരളത്തിൽ നിന്ന് ഈ ആശുപത്രി സേവനങ്ങൾ പൂർണ്ണമായി സൗജന്യമാകുമെന്ന് നമുക്ക് സ്വപ്നം കാണാൻ സാധിക്കുന്നുണ്ട്. ആ സ്വപ്നം പോലും നമുക്ക് കാണാൻ സാധിക്കാത്ത സ്ഥലത്താണ് ആം ആദ്മി പാർട്ടി സർക്കാർ ജനങ്ങൾക്ക് ചികിത്സയും മരുന്നും മറ്റു പരിശോധനകളും എല്ലാം സൗജന്യമാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം നമുക്കറിയാം. കൃത്യമായ വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ ലഭിക്കുന്നില്ല എന്നും തൊഴിൽ സാധ്യതയില്ല എന്നും പറഞ്ഞ് ഈ നാട് വിട്ടു പോകേണ്ടി വരുന്ന വിദ്യാർത്ഥികളുള്ള ഒരു നാടാണ് നമ്മുടെ നാട്. അങ്ങനെ ഒരു സ്ഥലത്ത് സൗജന്യമായ ഒരു ഉന്നത വിദ്യാഭ്യാസ സൗകര്യവും ലോകോത്തര ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസ സൗകര്യവും ഒക്കെ നമുക്ക് സ്വപ്നം കാണാൻ സാധിക്കുന്നുണ്ടോ? അത് നേരെ നമ്മൾ അന്യ ദേശങ്ങളിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ സ്വപ്നം കാണാനാണ്? അവിടെയാണ് ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സൗജന്യ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് ആം ആദ്മി സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിന് ലോൺ തേടി നമ്മൾ ബാങ്കിലെ കയറിയിറങ്ങുമ്പോൾ സർക്കാർ ഗ്യാരണ്ടിയിൽ 10 ലക്ഷം രൂപ വരെ ഉന്നത വിദ്യാഭ്യാസത്തിന് ലോൺ കൊടുത്തുകൊണ്ട് ആം ആദ്മി സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ വാർദ്ധക്യകാലത്ത് പെൻഷൻ പോലും കിട്ടാതെ അലയുന്ന നാട്ടിൽ വാർദ്ധക്യകാലത്ത് ഒരു സർക്കാർ നിങ്ങളെ സംരക്ഷിക്കും എല്ലാ അർത്ഥത്തിലും എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കുവാൻ സാധിക്കുമോ? അവിടെയാണ് പെൻഷന് പുറമെ അവർക്കിഷ്ടമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ സൗജന്യ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് വാർദ്ധക്യകാലത്ത് അവരെ സംരക്ഷിക്കുവാൻ തയ്യാറായിക്കൊണ്ട് ഒരു സർക്കാർ ഈ ഇന്ത്യയിൽ മുന്നോട്ട് വന്നിരിക്കുന്നത്. സർക്കാർ ഓഫീസുകളിൽ നിന്ന് പല രേഖകളും ലഭിക്കുവാനായി കയറി ഇറങ്ങി നടന്ന് കിട്ടാതെ വന്നപ്പോൾ ഒരു സദസ് വെച്ചു. നമുക്ക് അതിന്റെ കൗണ്ടറിൽ കൊണ്ട് നിവേദനം കൊടുക്കാവുന്ന രീതിയിൽ അവിടെ പോലും കിട്ടാതെ വരുന്ന അവസ്ഥയിൽ അലയുന്ന ഈ നാട്ടിൽ സർക്കാർ സേവനങ്ങൾ നമ്മുടെ വീട്ടുപടിക്കൽ എത്തുമെന്ന് നമുക്ക് സ്വപ്നം കാണാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെ നമുക്ക് സ്വപ്നം കാണാൻ സാധിക്കാത്ത അസാധ്യമെന്ന് നമ്മൾ പലപ്പോഴും കരുതിയ കാര്യങ്ങൾ സാധ്യമാക്കിക്കൊണ്ട് ഒരു മനുഷ്യൻ അന്ന് ഡൽഹിയിൽ നിന്ന് 140 കോടി ജനങ്ങളുടെ മനസ്സ് കീഴടക്കിക്കൊണ്ട് നടന്ന് കയറി വരുന്നുണ്ട്. ആ മനുഷ്യന്റെ പേരാണ് അരവിന്ദ് കെജ്രിവാൾ എന്നത്. ആ മനുഷ്യൻ നയിക്കുന്ന ആ രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ പേരാണ് ആം ആദ്മി പാർട്ടി എന്നത്. നമ്മൾ കണ്ടതാണ്.
പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ നാട്ടിൽ രൂപപ്പെട്ടു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് തങ്ങളുടെ മുന്നണികളിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ പിണക്കങ്ങളുടെ പുറത്താകാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ജാതി മത രാഷ്ട്രീയ അല്ലെങ്കിൽ വർഗീയ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ രാഷ്ട്രീയമെല്ലാം അഴിമതിയാണ് എന്ന് കണ്ട് അതിനെ തീണ്ടാപ്പാടകൽ വെട്ടിക്കൊണ്ട് ഈ രാഷ്ട്രീയത്തിലെ അഴിമതിക്കെതിരെ പോരാടിയിരുന്ന ഒരു വിഭാഗം ആൾക്കാർ ഈ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിയാൽ മാത്രമേ, ഈ മാലിന്യത്തിലോട്ട് ഇറങ്ങിയാൽ മാത്രമേ ഇതിനെ ശുദ്ധീകരിക്കാനാവൂ എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ 2012 നവംബർ 26 ഇന്ത്യൻ ഭരണഘടനാ രൂപം കൊടുത്ത പ്രസ്ഥാനമാണ് ആം ആദ്മി പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. അത് ഇന്ത്യൻ ഭരണഘടനയെ തന്നെ തങ്ങളുടെ പ്രത്യയശാസ്ത്രമാക്കിയെടുത്തുകൊണ്ട് ആ ഭരണഘടനയെ സംരക്ഷിക്കുക എന്നുള്ളത് ഈ നാട്ടിലെ ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണെന്ന് കണ്ടുകൊണ്ട് മുന്നോട്ട് വരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആം ആദ്മി പാർട്ടി എന്നത്. ഇന്ത്യൻ ഭരണഘടനാ വ്യവസ്ഥയും ഭരണഘടനാ മൂല്യങ്ങളായ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും അവസ്ഥ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ തന്നെ എല്ലാ പ്രമുഖ മാധ്യമങ്ങളിലും 1-ാം പേജ് വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പ്. ചണ്ഡീഗഡിൽ മേയർ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അവിടെ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ മേയറായിട്ട് നിർത്തിയിട്ടുണ്ട്. എതിരാളിയായി BJPയുടെ സ്ഥാനാർത്ഥിയുമുണ്ട്. മേയർ ഇലക്ഷൻ നടക്കുന്നു. 16 വോട്ടുകൾ BJPക്ക്, 20 വോട്ടുകൾ ആം ആദ്മി പാർട്ടിക്ക്. അവിടെ BJPയുടെ നോമിനിയായ പ്രിസൈഡിംഗ് ഓഫീസർ ഇരുന്നുകൊണ്ട് 8 വോട്ടുകളിൽ വെട്ടും കുത്തുമിട്ടതിനെ അസാധുവാക്കിക്കൊണ്ട് BJP ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. പിന്നീട് ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അവസാനത്തെ അത്താണി എന്ന് പറയാവുന്ന ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് അദ്ദേഹം ഈ കേസ് പരിഗണിക്കുകയും ആ പ്രിസൈഡിംഗ് ഓഫീസർ നടത്തിയത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കൊലപാതകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയെ വിജയിയായി പ്രഖ്യാപിച്ച വാർത്തകൾ പത്രമാധ്യമങ്ങളിലൂടെ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഏത് രീതിക്കാണ് പകൽ വെളിച്ചത്തിൽ ഈ ജനാധിപത്യത്തെ കൊല ചെയ്യുന്നത് എന്നുള്ള കാഴ്ചയാണ് നമ്മൾ അവിടെ കണ്ടത്. ഇന്നും വന്ന ചില വാർത്തകൾ, ഇന്നിപ്പോൾ സുപ്രീം കോടതി വിധി വന്നുകൊണ്ട് ഇലക്ട്രൽ ബോണ്ടുമായിട്ട് സംബന്ധിച്ച് കള്ളപ്പണങ്ങൾ തങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുവാനായി പല മാർഗങ്ങൾ ഉപയോഗിച്ച് കള്ളപ്പണം രാഷ്ട്രീയ പ്രവർത്തനത്തെ ശേഖരിക്കുന്ന ഒരു സമ്പ്രദായം എന്ന രീതിയിലാണ് ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നത്. അതിന്റെ വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ട് വെളിപ്പെടുത്താതിരുന്ന ഘട്ടത്തിൽ ഇന്ത്യൻ ഭരണഘടനയൊക്കെ എത്രത്തോളം അപകടകരമായ കള്ളത്തരങ്ങൾക്ക് മുൻപിൽ കള്ളത്തരം പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ ഏറിയവരാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നതെന്ന് നമുക്കറിയാം. നമ്മൾ കേട്ടത് സ്വിസ് ബാങ്കിലെ പണം മുഴുവൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഓരോ വ്യക്തിക്കും 15 ലക്ഷം രൂപ വീതം കിട്ടുന്ന രീതിയിലുള്ള പണം സ്വിസ് ബാങ്കിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞു. ഇന്ത്യയിലെ കള്ളപ്പണം മുഴുവൻ സ്വിസ് ബാങ്കിലാണെന്ന് പറഞ്ഞു. അവർ തിരിച്ചെത്തിക്കുമെന്ന് പറഞ്ഞു അധികാരത്തിലേറിയവർ. അധികാരത്തിൽ ഏറിക്കഴിഞ്ഞാൽ ഈ കള്ളപ്പണം മുഴുവൻ ഇരിക്കുന്നത് 500-ന്റെയും 1000-ന്റെയും നോട്ടിലാണ്. അത് സ്വിസ് ബാങ്കിലല്ല ഇരിക്കുന്നത്. അവർ 500-ന്റെയും 1000-ന്റെയും നോട്ട് അവർ വിരോധിക്കുന്നു. വിരോധിച്ചിട്ട് പറയുന്നത് എന്തുവാണ്? ഇത് വിരോധിക്കുന്നതോടുകൂടി ഇവിടുത്തെ കള്ളപ്പണം ഇല്ലാതാകും, കള്ളനോട്ട് ഇല്ലാതാകും, തീവ്രവാദം അവസാനിക്കുമെന്ന്. എന്നാൽ നമ്മൾ കണ്ടതാണ് എന്താണ് അവസാനിച്ചതെന്ന്. ബാങ്കിലെ വഴിയിൽ നിന്നുകൊണ്ട് സാധാരണക്കാരായ നൂറുകണക്കിന് ആളുകളുടെ ജീവനുകൾ അവസാനിക്കുന്ന കാഴ്ചയാണ് ആ നോട്ട് വിരോധത്തിൽ നമ്മൾ കണ്ടത്. ആ സമയത്ത് TV ചാനലുകൾ കയറിയെന്ന് ഇവിടുത്തെ പ്രമുഖ നേതാക്കൾ പറഞ്ഞത് ഇന്നും നമ്മളുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. 50 രൂപയ്ക്ക് പെട്രോൾ ലഭിക്കുമ്പോൾ, 50 രൂപയ്ക്ക് ഡീസൽ ലഭിക്കുമ്പോൾ എന്നുള്ളത് നമുക്ക് സ്വപ്നം കാണാൻ സാധിക്കുന്നുണ്ടോ? ഇതൊക്കെ അങ്ങനെ ഒന്ന് ഈ ഇന്ത്യയിൽ ലഭിക്കുമെന്നുള്ളത്. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി കള്ളത്തരങ്ങൾ പറഞ്ഞ് ജനങ്ങളെ വഞ്ചിച്ച് പറ്റിച്ച് അധികാരത്തിലേറിയവർ ഇന്നവർ ജനാധിപത്യത്തെയും ഭരണഘടനയും ഇല്ലാതാക്കുവാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർ കണ്ടെത്തുമെന്ന് പറഞ്ഞ പണം എവിടെ എന്നുള്ള ചോദ്യമാണ് നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. ഇവർ പണം കണ്ടെത്തി, പക്ഷേ തൊഴിലില്ലായ്മ ഇവിടെ രൂക്ഷമാകുന്നു. എന്തിന്? പ്രതിരോധ സേനയിലേക്ക് സൈന്യത്തിനെ പോലും സ്ഥിര നിയമനം കൊടുക്കാൻ സാധിക്കാതെ താൽക്കാലിക നിയമനം കൊടുക്കുന്ന, അപ്പുയർന്നതിന് താൽക്കാലിക നിയമനം കൊടുക്കുന്ന ഗതികേടിലോട്ട് ഇന്ത്യയെ ഉറപ്പിച്ചിരിക്കുന്നു. പിന്നെ എങ്ങോട്ടാണ് ഈ പണമെല്ലാം പോകുന്നത്? ആ പണം പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് അല്ലെ? 20,000 കോടി രൂപയുമായി ചോസ്കിയും നീരവ് മോദിയും ഇന്ത്യ വിട്ടു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. 10,000 കോടി രൂപയുമായി വിജയ് മല്യ ഇന്ത്യ വിട്ടു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്.
6000 കോടിയുമായി ഇതിൽ സന്തോഷമായി ഇന്ത്യ വിട്ടു പോകുന്ന കാഴ്ച കണ്ടതാണ്. 3000 കോടി രൂപയുമായി നെടുപ്പോടി ഇന്ത്യ വിട്ടു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. 2.5 ലക്ഷം കോടി രൂപ ഈ പാർലമെന്റിന്റെ അറിവോടുകൂടി ഇവിടുത്തെ അദാനി എന്ന് പറയുന്ന ധനാഢ്യന് എഴുതി കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. 11 ലക്ഷം കോടിയോളം രൂപ ഇവിടുത്തെ ശതകോടീശ്വരന്മാരുടെ എഴുതി തള്ളുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇതേ രീതിക്ക് ധനാഢ്യന്മാരുടെ ശതകോടീശ്വരന്മാരുടെ പണം എഴുതി തള്ളുമ്പോൾ സാധാരണക്കാരെ ഞെക്കിപ്പിഴിഞ്ഞ് പണം വാങ്ങുന്ന വാർത്തകളും കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. ഇവിടുത്തെ പൊതുമേഖലാ ബാങ്കുകൾ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഈ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ പേരിൽ പിരിച്ചെടുത്തത് 35,000 കോടി രൂപയാണ്. ആരാണ് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാത്തവർ? ഒരു നേരത്തെ ആഹാരം പോലും കൃത്യമായിട്ട് വാങ്ങി കഴിക്കാൻ സാധിക്കാത്ത വിധം അവസ്ഥയിലുള്ളവരായിരിക്കും അക്കൗണ്ടിലെ അവസാന തൊട്ട് പൈസയും എടുത്ത് ആഹാരം വാങ്ങാനായിട്ട് കൊടുക്കുന്നത്. ആ സാധാരണക്കാരൻ, ആ ഇല്ലാത്തവനാണ് ഇവിടെ മിനിമം ബാലൻസ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യാൻ സാധിക്കാതെ പോകുന്നത്. അവരെ ചൂണ്ടെടുത്തുകൊണ്ട് 35,000 കോടി രൂപയാണ് ഇവിടുത്തെ സാധാരണക്കാരായ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് പോലും കീപ്പ് ചെയ്യാൻ സാധിക്കാത്ത ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ പിഴിഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഈ കേന്ദ്രത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമൊന്നുമല്ല കേരളത്തിന്റെ അവസ്ഥയിൽ. എന്തിനൊക്കെ വില കൂട്ടാമോ അതിനെല്ലാം വില കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം പെൻഷൻ കൊടുക്കാനാണെന്ന് പറഞ്ഞ് പെട്രോളിനും ഡീസലിനും 2 രൂപ സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നു. അതൊക്കെ പെൻഷൻ കൊടുക്കുന്നുണ്ടോ? അതുമില്ല. അതേപോലെ സ്ഥലം വാങ്ങുന്നതിന് സ്റ്റാമ്പ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചിരിക്കുന്നു. എവിടെയൊക്കെ ഏതൊക്കെ രീതിയിൽ എന്തിനൊക്കെ വില കൂട്ടാമോ അതിനെല്ലാം തങ്ങൾക്കാവുന്നതിനെല്ലാം വില വർദ്ധിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ആഘാതങ്ങൾ ഒരു വശത്തിൽ നിന്ന് മറ്റൊരു വശത്തേക്ക് നമ്മൾ കാണുന്നുണ്ട്. ഇവര് ജനങ്ങളെ പിഴിഞ്ഞ് പൈസ ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ഇവിടുത്തെ പ്രകൃതി വിഭവങ്ങള് ചൂഷകർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അതിൽ നിന്ന് മാസപ്പടി വാങ്ങുന്ന വാർത്തകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ജനങ്ങളെ സംരക്ഷിക്കാൻ പോലും കഴിയില്ലാത്ത ഒരു ഭരണകൂടമായിട്ട് കേരളത്തിലെ ഭരണകൂടം മാറിക്കൊണ്ടിരിക്കുകയാണ്. കാട്ടുമൃഗങ്ങളെ നാട്ടിലിറങ്ങി നാട്ടുകാരെ ചവിട്ടിക്കൊല്ലുന്ന, കടിച്ചു കീറിക്കൊല്ലുന്ന കാഴ്ചകൾ ഉണ്ടായിട്ടും നിശബ്ദരായിട്ടാണ് ഇവിടുത്തെ ഭരണകൂടം ഇരിക്കുന്നത്. ഇവിടുത്തെ ഭരണകൂടം എന്നിട്ട് പറയുന്നത് ഈ മൃഗങ്ങളെ നാട്ടിലിറങ്ങുന്ന മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ ഇവിടെ നിയമമുണ്ട്. ആ നിയമം കൃത്യമായിട്ട് പാലിക്കാതെ അതിന് മറ്റും മറുമരുന്നുകൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ചില വിദ്യകളൊക്കെ ഒപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി ഒരു പ്രമേയം കഴിഞ്ഞ ഫെബ്രുവരി 18-ാം തീയതി ഒരു പ്രമേയം പാസാക്കി. അതെന്തുവാണ്? ഈ വന്യമൃഗങ്ങളെ കൊല്ലാൻ നിലവിലുള്ള അധികാരമുള്ളത് വൈൽഡ് ലൈഫ് വാർഡൻ, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അതിന്റെ അധികാരമുണ്ട്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് പോരാ അധികാരം. ആ അധികാരം കൺസർവേറ്റീവ് ഫോറസ്റ്റിനും നൽകണം എന്നൊരു പ്രമേയമാണ് ഉണ്ടാക്കിയത്. എന്റെ ഇവിടുത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനായ ഡി ജയപ്രസാദിന്റെ പേനയിൽ മഷി ചെയ്തു പോയോ? എന്താ അദ്ദേഹത്തിന് ആ ഉത്തരവിട്ടാൽ? ആ ഉത്തരവൊന്നുമില്ല. വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങണം. വനത്തിന്റെ അകത്തിൽ താമസിക്കുന്ന സാധാരണക്കാർ ജനങ്ങൾ അവിടുന്ന് ഒഴിഞ്ഞു പോകണം. ആ ഒഴിഞ്ഞു പോകുന്നതിന്റെ ബലത്തിൽ വരുന്നുണ്ട്. ഇവിടുത്തെ സാധാരണക്കാരായ റബ്ബർ കർഷകർ വെക്കുന്ന റബ്ബർ തൈയുടെ തല എണ്ണിക്കൊടുത്തു തന്നെയാണ് കാർബൺ ക്രെഡിറ്റ് എന്ന രീതിയിൽ ഫണ്ടുകൾ ഇവിടെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഫണ്ടുകൾ വാങ്ങിയിട്ടാണ് ഇവക്കൊരു വിലസ്ഥിരത പോലും നൽകാതെ ഭരണകൂടം ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് വനാതോട്ടുള്ള ജനങ്ങളെ അവിടുന്ന് കുടിയൊഴിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള നീക്കം തന്നെയാണ് ഈ നടക്കുന്നത്. വന്യമൃഗങ്ങളുടെ കാര്യം പറയുമ്പോൾ അവർക്ക് വിവേചന ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് പറയാം. പക്ഷെ പൂക്കോട് ക്യാമ്പസിൽ നമ്മൾ കണ്ടതാണ് വന്യമൃഗങ്ങളെക്കാൾ ഭീകരമായ രീതിയിൽ സ്വന്തം സഹോദരിയെ വേട്ടയാടിക്കൊള്ളുന്ന വേട്ടപ്പട്ടികളെ നമ്മൾ കണ്ടില്ലേ പൂക്കോട് ക്യാമ്പസിൽ. ഈ ഭരണത്തിലിരിക്കുന്നവന്റെ ആ ഭരണത്തിലിരിക്കുന്നവരുടെ അംഗീകാരത്തോടുകൂടി ആശീർവാദത്തോടുകൂടി നടത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ സ്വന്തം സഹപാഠിയെ കൊല്ലുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ. ഇങ്ങനെ കേന്ദ്രവും കേരളവും എല്ലായിടത്തും അധികാരത്തിൽ ഇരുന്നുകൊണ്ട് ഫാസിസം നിലമാടിക്കൊണ്ടിരിക്കുന്ന ഒരു നാടായി നമ്മുടെ നാടിനെ മാറുകയാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് കേൾക്കാം. ഫാസിസം എന്ന് പറയുന്നത് അതിന്റെ ശക്തിയിൽ വളർന്നു വരുന്നതോ അതിന്റെ കൈക്കരുത്തിൽ വളർന്നു വരുന്നതോ അതിന്റെ കയ്യിലുള്ള ആയുധത്തിന്റെ ബലത്തിൽ വളർന്നു വരുന്നതോ എന്നല്ല. ഈ നാട്ടിൽ അനീതി നടമാടുമ്പോൾ നിശബ്ദരായി നിൽക്കുന്നവരുടെ ആ നിശബ്ദതയുടെ ബലത്തിലാണ് ഈ നാട്ടിൽ ഫാസിസം വളർന്നു വരുന്നത്.
നിങ്ങൾ ഇനിയും നിശബ്ദരായി നിൽക്കാതെ ഈ നാടിനെ നമുക്കാവശ്യമുള്ള രാഷ്ട്രീയ മുന്നേറ്റം ഈ നാട്ടിൽ ഉയർത്തിക്കൊണ്ടുവരുവാനായി, ആ രാഷ്ട്രീയ മുന്നേറ്റത്തിന് മുന്നണിയിൽ നിന്ന് നയിക്കുവാനായി മുമ്പോട്ട് വന്നിരിക്കുന്ന ആ മാപ്പി പാർട്ടിക്കൊപ്പം അണിചേരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയം ഈ നാടിന്റെ രാഷ്ട്രീയമാക്കി ആ രാഷ്ട്രീയ അനാഥത്വത്തിൽ നിന്ന് ഈ പാലയെയും നമുക്ക് മോചിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ശ്രമിച്ച എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിൽക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. ഈ സമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നോക്കുന്നു. നന്ദി.